ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ ആ വാർത്ത പരന്നപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യന്മാർ ഒന്ന് നടുങ്ങി. അപ്പുറത്ത് അറബിക്കടലിന്റെ തീരത്ത് തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചുമറിയുന്ന കേരളത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം. അതെ, നിശബ്ദമായ ഒരു വിപ്ലവം പോലെ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെ ആ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ആത്മീയ വിസ്മയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖാമുഖം ഇരിക്കുന്നു. ഇത് വെറും ഒരു കൂടിക്കാഴ്ചയല്ല, കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കാൻ പോന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടങ്ങളിൽ കോടതികൾ കയറി ഇറങ്ങുകയാണ്. ലാവലിൻ കേസും മറ്റു വിവാദങ്ങളും സർക്കാരിന്റെ ഉറക്കം കെടുത്തുമ്പോൾ അപ്പുറത്ത് UDFും LDFും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥകളുടെ തിരക്കിലാണ്. വികസന മുന്നേറ്റ ജാഥകളും പുതുയുഗ യാത്രകളും കൊട്ടും കുരവയുമായി കളം നിറയുകയാണ്. എന്നാൽ ഈ ജാഥകളിലെ ജനപങ്കാളിത്തം പരിശോധിച്ചാൽ ഭരണപക്ഷത്തിന് നെഞ്ചിടിപ്പേറുന്ന കാഴ്ചയാണ് കാണുന്നത്. എറണാകുളത്ത് ജോസ് കെ മാണി നയിച്ച മധ്യ കേരള ജാഥയിൽ ഒഴിഞ്ഞുകിടന്ന കസേരകൾ LDFന് നൽകിയ സൂചന ശുഭകരമല്ല. വടക്കൻ മലബാറിലാകട്ടെ പെൻഷൻ പണം മുടങ്ങിയ വിഷയത്തിൽ PR സ്റ്റണ്ടുകൾ കൊണ്ട് നാണം കെട്ടി നിൽക്കുകയാണ് ഗോവിന്ദൻ മാഷും CPMും. തെക്കൻ കേരളത്തിൽ നിന്നും ഇടത് തരംഗത്തിന്റെ അലയൊലികളൊന്നും കാര്യമായി കേൾക്കാനേ ഇല്ല. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി VD സതീശന്റെ യാത്രയിൽ ജനങ്ങൾ തടിച്ചു കൂടുന്നത് കാണുമ്പോൾ ഇടതു കോട്ടകൾക്ക് വിള്ളൽ വീഴുമോ എന്ന ഭയം അണിയറയിലുണ്ട്. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും CPMന്റെ അടിവേരിളകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം. ഈ നിർണായക ഘട്ടത്തിലാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം എങ്ങോട്ട് തിരിയുമെന്ന ചോദ്യം പ്രസക്തമാകുന്നത്. കാലങ്ങളായി LDFനൊപ്പം ഉറച്ചുനിന്ന കാന്തപുരം AP സുന്നി വിഭാഗം ഇത്തവണ നിലപാട് മാറ്റുമോ? കാറ്റ് ഇടത്തോട്ടല്ല വീശുന്നതെന്ന് മരുമകൻ മുഹമ്മദ് റിയാസ് നേരത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ബേപ്പൂർ മണ്ഡലത്തിൽ തന്റെ വിജയമുറപ്പിക്കാൻ റിയാസ് ഈയിടെ കാന്തപുരം ഉസ്താദിനെ കണ്ട് അപേക്ഷയുമായി എത്തിയത്. എന്നാൽ അപ്പുറത്ത് അൻവർ ഉസ്താദിന്റെ സ്വാധീനവും റിയാസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികളുടെ മനസ്സ് മാറിയാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ ഇക്കണ്ട രാഷ്ട്രീയ നാടകങ്ങളെക്കാളൊക്കെ വലിയൊരു പ്രഹരം വന്ന് പതിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ തലയ്ക്കാണ്. മുസ്ലിം വിരുദ്ധതയും മലപ്പുറം വിരുദ്ധതയും പറഞ്ഞ് പച്ച വർഗീയത വിളമ്പുന്ന വെള്ളാപ്പള്ളിക്ക് മോദി കാന്തപുരം കൂടിക്കാഴ്ച വലിയൊരു തിരിച്ചടിയാണ്. കാന്തപുരത്തെ ഒരു ദേശീയ മുസ്ലിമായി പ്രധാനമന്ത്രി അംഗീകരിച്ചതും നിശ്ചിത സമയത്തിലും കൂടുതൽ നീണ്ടുപോയ ആ 30 മിനിറ്റ് ചർച്ചയും വെള്ളാപ്പള്ളിയുടെ വർഗീയ അജണ്ടകൾക്ക് ഏറ്റ വലിയ അടിയാണ്. ഇതിന് കുടപിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നീക്കം വലിയ ക്ഷീണമുണ്ടാക്കുന്നു. NSSനെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും സുകുമാരൻ നായർ ഈ കളി നടക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതോടെ സർക്കാർ കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഡൽഹിയിൽ നടന്നത്? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന നിമിഷപ്രിയ കേസിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ കരുതലോടെയുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും അജിത് ഡോവലിന്റെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കൈകോർക്കാൻ ഇരുവരും തീരുമാനിച്ചതും ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മുസ്ലിം വിഭാഗത്തിനിടയിൽ കാന്തപുരത്തിന് ലഭിക്കുന്ന ഈ ആഗോള അംഗീകാരം BJPക്ക് കേരളത്തിൽ പുതിയൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചയാണ്. കാന്തപുരത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് വിഭജിക്കാൻ ശ്രമിക്കുന്ന മനസ്സുകൾക്കിടയിൽ തുന്നിച്ചേർക്കലിന്റെ തുന്നൽക്കാരനായി ഉസ്താദ് മാറുന്നു എന്നാണ്. രാജ്യത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു വലിയ നേതൃത്വത്തിന്റെ ഗാംഭീര്യമാണ് ആ കൂടിക്കാഴ്ചയിൽ കണ്ടതെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ വിദേശ ഫണ്ട് തടയാതിരിക്കാനുള്ള തന്ത്രമാണിതെന്ന് വിമർശകർ പരിഹസിക്കുന്നു. ഇതിനെല്ലാമുള്ള മറുപടി കാന്തപുരം തന്നെ നൽകിക്കഴിഞ്ഞു. രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് യാതൊരു സുരക്ഷാ പ്രശ്നവുമില്ല, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ BJPക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. മോദി ഉടൻ തന്നെ മർക്കസ് ആസ്ഥാനത്ത് എത്തുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ കേരളം ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇടതു കോട്ടകൾ തകരുമോ? വലതു മുന്നണി അധികാരം പിടിക്കുമോ? അതോ താമര കേരളത്തിൽ പുതിയ ചരിത്രം കുറിക്കുമോ? കാന്തപുരം ഉസ്താദിന്റെ ഈ നീക്കം കേരളത്തിലെ വോട്ട് ബാങ്കിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.